നമസ്കാരം. ഇന്നൊരു പുതിയ ചിന്ത നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മൗറീഷ്യസ് ദ്വീപിൽ മാത്രം കാണപ്പെട്ടിരുന്ന പ്രാവ് വർഗത്തിൽപ്പെട്ട ഒരിനം പക്ഷിയായിരുന്നു ഡോഡോ. ഇവയ്ക്ക് പറക്കുവാൻ കഴിവുണ്ടായിരുന്നില്ല. ഒരു പക്ഷിക്ക് 12 മുതൽ 24 കിലോഗ്രാം വരെ ഭാരമുണ്ടായിരുന്നു. 1507 മൗറീഷ്യസ് ദ്വീപിൽ കപ്പലിറങ്ങിയ പോർച്ചുഗീസ് നാവികരിൽ നിന്നാണ് ഡോഡോ പക്ഷിയെപ്പറ്റി പുറലോകം ആദ്യമായി കേൾക്കുന്നത്. എന്നാൽ 1790 1800ഓടെ ഏകദേശം 300 വർഷങ്ങൾക്കകം തന്നെ ഡോഡോ വംശനാശം സംഭവിച്ചു. മാംസള ശരീരവും മന്ദഗതിയിലുള്ള സഞ്ചാരവും ഈ സാധുപക്ഷിയെ വേട്ടക്കാരുടെ തോക്കിനിരയാക്കി. മനുഷ്യൻ്റെ അത്യാഗ്രഹം മൂലം വംശനാശം സംഭവിച്ച അനേകം ജീവികളിൽ ഒന്നാണ് ഡോഡോ പക്ഷി. ഡോഡോ പക്ഷിയോട് ബന്ധപ്പെട്ട് മറ്റൊരു കഥ കൂടിയുണ്ട്. ഡോഡോ പക്ഷിക്ക് വംശനാശം സംഭവിച്ചതോടുകൂടി മൗറീഷ്യസിലെ ഒരിനം വൃക്ഷത്തിൻ്റെയും വംശനാശം സംഭവിച്ചു. അതിനും മരണമണി മുഴങ്ങിയിരിക്കുകയാണ്. ആ വൃക്ഷത്തിൻ്റെ പേര് കാൽവേറിയ മേജർ എന്നാണ്. 1973 കണക്ക് പ്രകാരം ഈ മരം 13 മാത്രമേ മൗറീഷ്യസിൽ ഇനിയും ബാക്കിയുള്ളൂ. ആ 13 മരങ്ങൾ നശിച്ചു കഴിഞ്ഞാൽ ആ മരവും വംശനാശ ഭീഷണിയിൽ ആണ്. ഇവയ്ക്കാകട്ടെ 300-ലധികം വർഷം പ്രായമുള്ള 13 മരങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഡോഡോ പക്ഷിയുടെ തിരോധാനത്തിന് ശേഷം ഈ വൃക്ഷത്തിൻ്റെ ഒറ്റ വിത്ത് പോലും മുളച്ചിട്ടില്ല. അതാണ് ഈ മരം വംശനാശ ഭീഷണിയിലാണെന്ന് പറയുവാൻ കാരണം. ഈ മരത്തിൻ്റെ പഴങ്ങൾ കഴിക്കുന്ന പക്ഷിയായിരുന്നു ഡോഡോ. ഡോഡോയുടെ പ്രധാന ആഹാരം കാൽവേറിയ മേജർ എന്ന മരത്തിൽ നിന്നുണ്ടാകുന്ന പഴമാണ്. ആഹാരമായി ഇത് കഴിക്കുമ്പോൾ ആമാശയത്തിലൂടെ കടന്നു പോകുന്ന പഴങ്ങളുടെ കനത്ത പുറന്തോട് മൃദുവായി തീർന്നു. ഡോഡോയുടെ ദഹനരസത്താൽ മൃദുവാക്കപ്പെട്ട ആ പഴത്തിൻ്റെ വിത്തുകൾ മാത്രമേ മണ്ണിൽ മുളയ്ക്കുകയുള്ളൂ. ഡോഡോ പക്ഷിയുടെ വംശനാശത്തോടുകൂടി ആ മരത്തിൽ നിന്ന് വീഴുന്ന പഴങ്ങൾ അതിൻ്റെ വിത്തുകൾ മുളയ്ക്കുന്ന അവസ്ഥയിലല്ലാതെ മാറി. അതാണ് ആ വൃക്ഷവും വംശനാശ ഭീഷണി നേടാനുള്ള കാരണം. ഇത് പ്രകൃതിയിലെ ഒരു പ്രതിഭാസം. വംശനാശ ഭീഷണി നേരിട്ട ഡോഡോ പക്ഷിയെപ്പറ്റിയും ഭീഷണി നേരിടുന്ന കാൽവേറിയ മേജർ എന്ന മരത്തിൻ്റെയും അതിജീവനത്തിൻ്റെ കഥയാണ് നിങ്ങളുമായി പങ്കുവച്ചത്. നന്ദി, നമസ്കാരം.